ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപത്തിലേക്ക് വീണു പോകുന്ന ദുർഭകരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇനിമേൽ പാപത്തിൽ വീഴാതെ ജീവിക്കാൻ അമ്മേ നീ ഞങ്ങളെ സഹായിച്ചാലും. എല്ലാ മരിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ മാതൃപാത എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം എങ്ങനെയാണ്? വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അത് ഇപ്രകാരമാണ്. അതിൻ്റെ ഹെഡിങ് സാത്താന് ശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും, ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. സ്നേഹിതരെ, ഈ 2 തിരുവചനം തന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ മക്കളെ മറ്റേത് കാലത്തേക്കാൾ കൂടുതലും പൈശാചികമായ ആക്രമണങ്ങളുള്ള കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. അതിൻ്റെ തെളിവായിട്ടാണ് പരിശുദ്ധ അമ്മ ഈ തിരുവചനം പറയുന്നത്. 1000 വർഷം വരെ ബന്ധനത്തിൽ കിടന്നിരുന്ന പിശാച് 1000 വർഷം കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ സ്വതന്ത്രനായിട്ട് ജോബിനെ പരീക്ഷിക്കാൻ പോയതുപോലെ, ഈശോ മിശിഹായെ പരീക്ഷിക്കാൻ പോയതുപോലെ എൻ്റെ കുഞ്ഞെ നിന്നെ പരീക്ഷിക്കാൻ വരും എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഈ പരീക്ഷിക്കാനായിട്ട് വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സ്നേഹമുള്ളവർ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെവിൾ വേർഷിപ്പ് ഒക്കെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ മക്കൾ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് അച്ഛാ ഒന്ന് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഈ മക്കളുടെ ശിരസിൽ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിതരെ പൈശാചിക ബന്ധനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, ഇങ്ങനെ പൈശാചിക ആക്രമണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ കുഞ്ഞെ നീ എൻ്റെ കൂടെ നിൽക്കേണ്ടത്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, ഈ കാലഘട്ടത്തെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒരാളെ രക്ഷിക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് തിരുവചനത്തിൽ നമ്മൾ വെളിപാടിൻ്റെ 12-ലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്രകാരമാണ്, നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു തിരുവചനമാണ്. സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിൽ സാത്താൻ്റെ ഇങ്ങനെ തല തകർക്കുന്ന ചിത്രം. ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൽ നമ്മൾ ഈ രൂപത്തിൽ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രൂപമാണ്. അതുകൊണ്ടാണ് ഞാൻ പോലും പറയാതെ ഇവർ തന്നെയാണ് ഇത് സെലക്ട് ചെയ്ത് ഈ രൂപമൊക്കെ ഇവിടെ വെക്കുന്നത്. അപ്പം ഞാനിത് വിചാരിക്കുകയാണ്, പരിശുദ്ധാമ്മ നമ്മൾ എത്രത്തോളമാണ് സ്നേഹിക്കണേ. നമുക്ക് ഇഷ്ടമുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോലും വചനം പറയാനായിട്ട് നമ്മളെ ഒരുക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, ഈ മാതാവിൻ്റെ പ്രത്യേകത നിനക്കറിയോ? കുരുക്കഴിക്കുന്ന മാതാവ് നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നം മാത്രം മാറ്റുന്നവളല്ല,
നിന്റെ സമൂഹത്തിൻ്റെ, നിന്റെ ഈ ദേശത്ത് ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ആ പിശാചിൻ്റെ തല തകർക്കുന്നവളാണ് പരിശുദ്ധ മേരി മാതാവ്. നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത മേരി മാതാവേ എന്ന് നീ വിളിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ നിന്റെ അടുത്ത് വന്ന് സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കും. ഞാൻ ഈ ദിവസങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ഒരുപാട് പൈശാചിക ആക്രമണങ്ങൾ പല രീതിയിൽ ധ്യാന മേഖലയിൽ നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, എൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ വചനം പറയുമ്പോൾ പിശാച് വെറുതെ ഇരിക്കില്ല, പിശാച് നിന്നെ അറ്റാക്ക് ചെയ്ത് നിന്നെ നശിപ്പിച്ച് കളയും. പക്ഷേ നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത മേരി മാതാവേ, എൻ്റെ നാശത്തെ ആഗ്രഹിക്കുന്ന സകല നാരകീയ ശക്തികളെയും അമ്മയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ എന്നൊരു കുഞ്ഞു പ്രാർത്ഥന സ്നേഹമുള്ളവരെ എന്നോട് ചൊല്ലാൻ പറഞ്ഞു. എനിക്ക് ഈ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളിലോ നിങ്ങളുടെ ദേശത്തോ ഏതെങ്കിലുമൊക്കെ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ രാവിലെ 3 മണിക്കും 6 മണിക്കും 9 മണിക്കും വൈകിട്ട് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും എന്ന് പറഞ്ഞാൽ ഡെയിലി 6 ടൈംസ് നമ്മൾ പറയില്ലേ, ചില ഗുളികകൾ എന്താ പറയുക 3 നേരം കഴിക്കണം എന്ന് പറയുന്ന പോലെ രാവിലെ പുലർച്ചെ 3 മണിക്ക്, 6 മണിക്ക്, 9 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്, 6 മണിക്ക്, 9 മണിക്ക് നീ ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിശാച് ഇങ്ങനെ അലർന്ന സിംഹത്തെ പോലെ ഇങ്ങനെ വിട്ടുപോകുന്നത് നീ കൺമുമ്പിൽ കാണും. നാരകീയ സർപ്പത്തിൻ്റെ തലതകർത്ത പരിശുദ്ധ മേരി മാതാവേ, എൻ്റെ നാശത്തെ ആഗ്രഹിക്കുന്ന സകല നാരകീയ ശക്തികളെയും അമ്മയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്നേഹമുള്ളവരെ 3 നന്മ നിറഞ്ഞവരെ നീ ചൊല്ലിത്തീർന്ന് അങ്ങനെ 3 പ്രാവശ്യം ചൊല്ലി. ഓരോ പ്രാവശ്യവും എന്ന് പറഞ്ഞാൽ 3 മണിക്ക് എഴുന്നേറ്റിട്ട് നീ ഇതിങ്ങനെ ചൊല്ലുക, 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലാം, 3 നന്മ നിറഞ്ഞവരെയും ചൊല്ലാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് രക്ഷിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞങ്ങളിലൊക്കെ പിശാചിൻ്റെ ആക്രമണം ഉണ്ടാവും. അത് തിരിച്ചറിയണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നോക്കിയാൽ മതി. അതിന് 3 കാര്യങ്ങൾ ഈശോയെ പരീക്ഷിച്ചപ്പോൾ പിശാച് ചെയ്ത 3 തന്ത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു തന്ത്രം മനുഷ്യരെ ഇങ്ങനെ ഇന്ദ്രിയ സന്തോഷത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സെൻഷ്വൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട്, സെക്ഷൽ പ്ലഷർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ഈ വചനഭാഗത്തിൽ കാണിക്കുന്നത് എന്താ, പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ കാണിക്കുന്നത് ആ ആദി മാതാപിതാക്കളെ സെൻഷ്യൽ പ്ലഷറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള പഴം കാണിച്ചു എന്നാണ് പറയണത്. നല്ല ഭംഗിയുള്ള ആപ്പിൾ പോലെയുള്ള ഒരു പഴം കാണിച്ചു. സ്നേഹമുള്ളവരെ, ഇതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. ആ പിശാചിൻ്റെ തന്ത്രത്തിലേക്കാണ് ആദി മാതാപിതാക്കൾ വീണത്. ഇനി ഈശോയ്ക്കും ഇത് കാണിച്ചു കൊടുത്തു. പക്ഷേ ഈശോ അതിനെ സർവൈവ് ചെയ്തു. അപ്പം കാണിച്ചു. അപ്പം കാണിക്കുന്നത് എന്താണ്? അത് ഇന്ദ്രിയ സുഖത്തിൻ്റെ ഒരു മേഖലയെ നിന്നെ കൊണ്ടുവരികയാണ്. ഇപ്പം നീ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ മെയ് മാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാണോ, നീ മനസ്സിലാക്കണം അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാഴ്ച കാണാൻ തോന്നുന്നു, ആവശ്യമില്ലാത്ത കേൾവികൾ കാണാൻ തോന്നുന്നു, ഭക്ഷണത്തോടുള്ള അമിതമായ ഏറ്റവും കൂടുതലുള്ള ഒരു ആഗ്രഹം തോന്നുന്നു, നമുക്ക് വസ്ത്രത്തോടുള്ള ഭ്രമം തോന്നുന്നു. ഇതൊക്കെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഭാഗമാണ്. ഈ പ്രലോഭനത്തിൽ നീ വീഴുന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ അടിമയാണ് എന്ന് നീ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, അത്യാഗ്രഹം നിന്റെ ഉള്ളിൽ കാണുന്നതൊക്കെ കിട്ടണം എന്നുള്ള ഒരു തോന്നൽ. അങ്ങനെയാണ് കാണണോ, ദൈവത്തെ പോലെ ആകാം. ഈശോയെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തെ പോലെ ആകാൻ നിനക്ക്. ഇതുപോലെ നമുക്ക് പലരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഒരു അത്യാഗ്രഹം. സാധാരണ ആഗ്രഹമൊന്നുമല്ല അത്. ബുദ്ധനൊക്കെ പറയുന്നുണ്ട്, എവ്രി സോറോ കംസ് ഫ്രം ഡിസയർ. എല്ലാ ആഗ്രഹങ്ങളുമാണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ എഴുതുന്നത് പോലെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാണ്, അത്യാഗ്രഹങ്ങൾ നിന്നെ പിശാചിൻ്റെ അടിമയാക്കും. അപ്പം നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു വലിയൊരു ടെൻഷനായിട്ടുള്ളത് നമ്മളിങ്ങനെ അത്യാഗ്രഹികളായിട്ട് മാറും. ഒന്നിലും നമുക്ക് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുക. ഇത് പിശാചിൻ്റെ തന്ത്രം. ഇനി 3ാമത്തെ തന്ത്രം എന്ന് പറയുന്നത് എന്താ, ദുരഭിമാനം. നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള കഴിവ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുരഭിമാനികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ പിശാച് നിന്നെ ആക്രമിക്കുന്നുണ്ട്. ഇനി 3 ലക്ഷണങ്ങളുള്ള വ്യക്തികൾ, ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ പിശാചിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ തിരിച്ചറിയേണ്ടത് അമ്മ മറിയമാണ് അതിനുത്തരം.
അതിന് കാരണം എന്താ? അത് പഴയ നിയമത്തിന്റെ ടെക്സ്റ്റിൽ പോകണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് 3-ൽ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൽ എങ്ങനെയാണ്? അവൾ ഒരു സ്ത്രീ അവന്റെ തല തകർക്കും, പിശാചിന്റെ തല തകർക്കും. അങ്ങനെ വചനം എഴുതി വെച്ചിട്ട് പറയാണ് ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ മറിയം. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയെ ഒരു സാറ്റാനിക് പവറും എന്നെ കീഴടക്കരുത് ആണ് വചനം പറയണത്. പൗലോസ്ലീഹ തൻ്റെ സ്നേഹിതരോടൊക്കെ പറയുന്ന കാര്യം എങ്ങനെയാണ്? നിങ്ങൾ ഒരിക്കലും പിശാചിന് അടിമപ്പെടരുത്. ഇപ്പൊ സ്നേഹമുള്ളവരെ, ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ലൂയി മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധനൊക്കെ പറയുന്നുണ്ട്, ഇത് 2-ാം കാലഘട്ടമാണ്, 2-ാം വരവിന്റെ സമയത്ത് പിശാച് ഇങ്ങനെ, നമ്മൾ ആലോചിക്കും നാളെ മരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുറേ കാര്യം ചെയ്യുന്ന പോലെ പിശാച് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആക്രമണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് കുറേ അധികം ജപമാല ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മോണ്ടിഫോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ ശരണം ഗമിക്കാം. അമ്മയോടൊപ്പം യാത്ര ചെയ്ത് സകല പിശാചിന്റെ അടിമത്തിൽ നിന്ന് രക്ഷ നേടാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെ രക്തക്കണ്ണീരിന്റെ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: ആംഗ്ലേയ സാഹിത്യകാരനായ GK ചെസ്റ്റർട്ടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. അദ്ദേഹം ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നറിയുന്നതിന് വേണ്ടി എല്ലാ സഭാ വിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പാലസ്തീനയിലേക്ക് തീർത്ഥയാത്ര നടത്തി. അവസാനം അദ്ദേഹം ബ്രാൻഡിസിയിലുള്ള ദൈവമാത സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയെ സഭാശ്ലേഷിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. കർദിനാൾ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും സഭാംബികയുടെ മടിത്തടത്തിൽ എത്തുന്നതും ദിവ്യജനനിയുടെ ഭക്തി നിമിത്തമാണ്. പ്രാർത്ഥന. ദൈവമാതാവേ, അവിടുന്ന് ഈശോയോട് കൂടെ പരസ്യ ജീവിത കാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ. ദിവ്യമാതാവേ, ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു. ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ,
കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും
മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മെയ് മാസപ്പൂവേ, എൻ സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ, എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ